നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. IPL വിജയാഘോഷം. ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും 11 മരണം. ചിന്നസ്വാമിയിൽ ഉൾക്കൊള്ളാനാവുക 35,000 പേരെ എത്തിയത് 3 വർഷത്തോളം. അന്വേഷണത്തിന് ഉത്തരവ്. SSKയിലെ ശമ്പള വിതരണം 19.77 കോടി രൂപ അനുവദിച്ചു. NH66 നിർമ്മാണം ഡിസംബറിൽ പൂർത്തീകരിക്കും. 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമ്മാനിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചു. ഇന്നലെ നടന്ന IPL ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനുണ്ടായ തകർപ്പൻ വിജയത്തിന്റെ ആഘോഷത്തിലാണ് തിക്കിലും തിരക്കിലും മരണം സംഭവിച്ചത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണെന്ന് ലഭിക്കുന്ന വിവരം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഇവിടേക്ക് കയറാൻ ആളുകളുടെ വലിയ തിരക്കാണ് ഉണ്ടായത്. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. സ്റ്റേഡിയത്തിലേക്ക് വലിയ ജനക്കൂട്ടം എത്തിയതോടെ പലരും ബോധരഹിതരായി വീണു. കുട്ടികളെ തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല. അപകടമുണ്ടായതോടെ വിധാൻ സൗദിയിലെ സർക്കാർ പരിപാടി വെട്ടിച്ചുരുക്കി. ക്രിക്കറ്റ് താരങ്ങൾ മടങ്ങി. തുറന്ന ബസ്സിൽ താരങ്ങളെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്തിക്കാനായിരുന്നു ആലോചന. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെച്ചു. വലിയ തിരക്കുണ്ടാകുമെന്ന തുറന്ന ബസ്സിലെ ഷോ ഒഴിവാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പരിപാടിയുമായി മുന്നോട്ടു പോകുകയായിരുന്നു. IPL ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ആഘോഷ പരിപാടിക്കുണ്ടായ തിക്കിലും തിരക്കിലും അകപ്പെട്ട് 11 പേർക്ക് പരിക്കുകയും 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്യ. മരിച്ചവരിലേറെയും യുവാക്കളാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയതാണ് ദാരുണമായ ദുരന്തത്തിനിടയാക്കിയതെന്നും സീതാരാമയ്യ പ്രതികരിച്ചു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇവിടെ 35,000 ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളാനാകുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിൽ കയറാനായി വന്നത് 2 മുതൽ 3 ലക്ഷത്തോളം പേരാണെന്ന് സീതാരാമയ്യ പറഞ്ഞു. സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ദുരന്തമുണ്ടായത്. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സയും കർണാടക സർക്കാർ നൽകുമെന്ന് സീതാരാമയ്യ അറിയിച്ചു. ഈ സംഭവത്തെ ന്യായീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിക്കില്ല. ഞാൻ ഒരു മജിസ്ട്രേറ്റ് തലത്തിലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 15 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. ആളുകൾ സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകൾ പോലും തകർത്തു. തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും വലിയ ജനക്കൂട്ടം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്റ്റേഡിയത്തിൽ 35,000 പേർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയൂ. പക്ഷേ 2-3 ലക്ഷം ആളുകൾ എത്തി, സീതാരാമയ്യ പറഞ്ഞു. ബംഗളൂരു നഗരത്തിൽ ലഭ്യമായ മുഴുവൻ പോലീസ് സേനയും വിന്യസിച്ചിരുന്നു. തീർച്ചയായും ഈ ദുരന്തം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇരകൾക്കൊപ്പമാണ് തങ്ങളെന്നും കർണാടക മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദുരന്തത്തിന് പിന്നാലെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ആഭ്യന്തരമന്ത്രി G പരമേശ്വര്യ എന്നിവർക്കൊപ്പം നടത്തിയ അടിയന്തര പത്രസമ്മേളനത്തിലാണ് സീതാരാമയ്യ ഇക്കാര്യങ്ങൾ പങ്കുവഹിച്ചത്. NH66 നിർമ്മാണം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമ്മാനിക്കും. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചകൾ ചർച്ചയിൽ ഉയർന്നു. കുരിയാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ചർച്ചയായി. 360 മീറ്റർ വൈഡക്ട് ഉറപ്പു നൽകി. പ്രമാണത്തിൽ ഒരു അപാകതയും ഉണ്ടാകാതിരിക്കാൻ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ വിജയകരമായി പൂർത്തീകരിച്ചു. ജനങ്ങളെ ഒപ്പം നിർത്തി ഇക്കാര്യം നടത്തി സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച 6,700 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്, കേരള ചീഫ് സെക്രട്ടറി A ജയതിലക്, PWD സെക്രട്ടറി K ബിജു എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. കേരളം കേന്ദ്രത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ള പദ്ധതികളിൽ 14 അംഗീകാരം ലഭിച്ചത്. CRIF പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ലഭിക്കേണ്ട തുകയിൽ 151 കോടി രൂപ ഈ ആഴ്ചയിൽ തന്നെ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. NH66 പ്രവൃത്തിക്കിടെ മലപ്പുറം കുരിയാട് ഭാഗത്ത് തകർന്ന റോഡ് 380 മീറ്റർ നീളത്തിൽ വൈഡക്ട് രീതിയിൽ കരാറുകാരന്റെ സ്വന്തം ചിലവിൽ പുനർനിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി യോഗത്തിൽ അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. പ്രവൃത്തിയിൽ വീഴ്ച പറ്റിയതിന്റെ ഭാഗമായി പദ്ധതിയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറുമായി കരാറുകാരനെയും ഡിസൈൻ കൺസൾട്ടിനെയും പുറത്താക്കിയിട്ടുണ്ട്. NHAI പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. യോഗത്തിൽ കേരളത്തിൽ വിവിധ റീച്ചുകളായി നടക്കുന്ന പണികളുടെ പുരോഗതി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം വിലയിരുത്തി. ചില പ്രോജക്റ്റുകളിൽ ചെറിയ കാലതാമസം വന്നിട്ടുള്ളത് മനസ്സിലാക്കി പരിഹാരമാർഗങ്ങൾ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 2025 ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കും.
ദേശീയപാത നിർമ്മാണത്തിന്റെ സ്ഥലമേറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 5550 കോടി രൂപ മുതൽ മുടക്കി ദേശീയപാത നിർമ്മാണത്തിൽ യാതൊരു അപാകതകളും ഉണ്ടാക്കിയതിരിക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ സഹായങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ 6-നാണ് ചേർന്ന യോഗത്തിൽ NHAI ആവശ്യപ്പെട്ട എല്ലാ നടപടികളും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേരള സർക്കാർ പൂർത്തീകരിച്ചു. നാഷണൽ ഹൈവേ പദ്ധതികളിൽ നാഷണൽ GST റോയൽറ്റിയും സംസ്ഥാന പങ്ക് ഒഴിവാക്കി മന്ത്രിസഭ തന്നെ തീരുമാനം കൈക്കൊണ്ടു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ അന്തിമാംഗീകാരം ജൂലൈ മാസം തന്നെ ലഭിക്കും. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കും ജൂലൈ അവസാനത്തോടെ അനുമതി ലഭിക്കും. സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും കോവിഡ് പരിശോധന ഫലം റിപ്പോർട്ട് ചെയ്യണം. DMO കോവിഡ് പരിശോധന നടത്തി പോരുന്ന ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലും ലാബുകളും റാപ്പിഡ് ആന്റിജൻ RT-PCR ട്രൂനാറ്റ് പരിശോധനാ ഫലം ഔദ്യോഗിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നെഗറ്റീവ് ടെസ്റ്റ് ഫലം ഉൾപ്പെടെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പോർട്ടലിന്റെ യൂസർ ID, പാസ്വേഡ് എന്നിവ ലഭ്യമാക്കാത്തവർ 9846566161 049727201494 എന്നീ നമ്പറിലോ ഇമെയിൽ ID-യിലോ വിവരം അറിയിക്കേണ്ടതാണെന്ന്. ഈ നിർദ്ദേശം പാലിക്കാത്തവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും DMO ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് അറിയിച്ചു. 4ാമത് 2025 ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകരുടെ സംഗമം പാലമൃത് 2025 കണ്ണൂർ ശിക്ഷാസദൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലയിലെ 81 കുടുംബശ്രീ CDSകളിൽ നിന്നുമുള്ള ക്ഷീര കർഷകരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ MP ജയൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തോടനുബന്ധിച്ച് ആധുനിക ക്ഷീര കൃഷിയെക്കുറിച്ചുള്ള ക്ലാസും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും നടന്നു. മികച്ച ജൈവ കർഷകയ്ക്കുള്ള സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച അഴീക്കോട് CDS സീന രാജീവനെ പരിപാടി ആദരിച്ചു. ക്ഷീര കർഷകർക്കുള്ള ആവശ്യ മരുന്നുകൾ അടങ്ങിയ കിറ്റും വിതരണം ചെയ്തു. പാലമൃത് 2025 ഭാഗമായി ജൂൺ 5 വരെ ജില്ലയിലെ മുഴുവൻ CDSകളിലും പാലിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ പ്രോഗ്രാം മാനേജർ C. അഞ്ജു, ബീർബാഗ് പ്രതിനിധി ബൈജു രാമൻ, അക്ഷയ് പ്രൈവറ്റ് പ്രതിനിധി വിനോദ്, കേരള ഫീഡ്സ് പ്രതിനിധി ഷാജി, ഹോമിയോ ഫോബൈറ്റ് പ്രതിനിധികൾ മുനീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇനി പൊതുവിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ പരിജ്ഞാനവും ക്രിയേറ്റീവ് കോർണർ ഏക്കത്തിന് ശില്പശാല സംഘടിപ്പിച്ചു. മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുടെ ഭാഗമായി നടന്ന ഏകദിന ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം കുസാറ്റുമായി സഹകരിച്ച് ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി മാടായി BRC ആണ് ശില്പശാല സംഘടിപ്പിച്ചത്. മാടായി സബ് ജില്ലയിലേക്ക് കീഴിലുള്ള മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുറച്ചേരി GUP സ്കൂൾ, കുഞ്ഞിമംഗലം GCUPS എന്നീ സ്കൂളുകളുമാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. ഓരോ സ്കൂളിലെയും 35 വിദ്യാർത്ഥികളെ വീതം ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ ഗാർഡനിങ്, പമ്പിംഗ്, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഡിസൈനിങ്, കാർപ്പൻറ്ററി തുടങ്ങിയ വിവിധ മേഖലകളിൽ പരിചയപ്പെടുത്തും. കുട്ടികളിൽ ശരിയായ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് ക്രിയേറ്റീവ് കോർണർ സഹായകമാകും. SR അസിസ്റ്റന്റ് U. സുഗത അധ്യക്ഷയായി. മാടായി BRC ട്രെയിനർ K. രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PS ദീപ്തി, പ്രധാനാധ്യാപിക SK രജനി, PTA പ്രസിഡന്റ് MV ശ്രീശൻ, SMC ചെയർമാൻ മടപ്പള്ളി പ്രദീപൻ, SZTC ചെയർമാൻ NV രാമകൃഷ്ണൻ, WAE ടീച്ചർ നവ്യശാന്തി, SRG കൺവീനർ B. ഷംല തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങളായി ചുഴലി റോഡിലെ ഗർത്തം സോയിൽ പൈപ്പിംഗ് മൂലം റോഡ് അടച്ചു. ചെങ്ങളായി ചുഴലി കാവുമ്പായി റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് സ്ഥലം സന്ദർശിച്ച പ്രാഥമിക പരിശോധന നടത്തിയ വിദഗ്ധ സംഘം സ്ഥിരീകരിച്ചു. റോഡിലൂടെ കാൽനട പോലും അസാധ്യമാണെന്നും റോഡ് പൂർണ്ണമായും അടച്ചതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് റോഡാണിത്. ഗതാഗതം നെടിയോങ്ങ റോഡ് വഴി തിരിച്ചുവിട്ടു. തളിപ്പറമ്പ് താലൂക്കിൽ ചെങ്ങളായി പഞ്ചായത്തിൽ വാർഡ് 5 മമ്മലത്തിരിയിലൂടെ കടന്നുപോകുന്ന ചുഴലി കാവുമ്പായി റോഡ് പനങ്കുന്ന് ആയൂർച്ചേരി വലതുഭാഗത്ത് 2.5 മീറ്റർ നീളത്തിലും 2.2 മീറ്റർ വീതിയിലും 3 മുതൽ 5 മീറ്റർ വരെ ആഴത്തിലുമാണ് ഗർത്തം രൂപപ്പെട്ടുള്ളതെന്ന് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് റിപ്പോർട്ട് നൽകി. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഗർത്തം നീണ്ടുപോകുന്നതായി കാണുന്നു. പ്രസ്തുത സ്ഥലത്ത് നേരത്തെ രൂപപ്പെട്ടിട്ടുള്ള സോയിൽ പൈപ്പിംഗ് മുഖേനയുള്ള കുഴൽ രൂപത്തിലുള്ള ഗർത്തത്തിലേക്ക് അതിവൃഷ്ടമായ തുടർന്ന് ഇൻറ്റേർണൽ CPH മുഖേന മണ്ണിടിഞ്ഞ് താഴ്ന്നതാകാം റോഡിൽ ഗർത്തം രൂപപ്പെടാൻ ഇടയാക്കിയത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ
നിന്നും വ്യക്തമാകുന്നുവെന്ന് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് സി ധനശ്രീ, മണ്ണ് സംരക്ഷണ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ CJ സണ്ണി എന്നിവർ സ്ഥലം പരിശോധന നടത്തി. റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ ഇതുവഴി ഗതാഗതം നിരോധിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ 1 മീറ്ററിലേറെ ആഴമുള്ള ഗർത്തം രൂപപ്പെട്ടത്. നെല്ലിക്കുന്നിനടുത്തുള്ള ടർഫിന് സമീപമാണ് ഗർത്തം കണ്ടത്. 6 വർഷം മുമ്പ് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് മെക്കാഡൻ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡാണിത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവരും മണ്ണ് സംരക്ഷണം ജിയോളജി വകുപ്പിലെ ഓഫീസർമാരും ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ, നിരീക്ഷണം ശക്തമാക്കും. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള ട്രോളിംഗ് നിരോധന കാലയളവിൽ കേരളത്തിലെത്ത് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്താനോ പാടുള്ളതല്ലെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലോര മേഖലകളിൽ പോലീസ് നിരീക്ഷണവും കടൽ നിരീക്ഷണവും ശക്തമാക്കുന്നതിന് ADM ഇൻചാർജ് KV ശ്രുതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രോളിംഗ് മുന്നൊരുക്ക യോഗം തീരുമാനിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതിനാൽ പരമ്പരാഗത യാനങ്ങളിൽ ആധാർ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എന്നിവയുള്ള തൊഴിലാളികളെ മാത്രം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാവൂ എന്ന് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. ആയിക്കര മത്സ്യബന്ധന തുറമുഖത്ത് രാത്രി 8 മണിക്ക് ശേഷം മത്സ്യത്തൊഴിലാളികളുടേതല്ലാത്ത വാഹനങ്ങൾ കടത്തിവിടുന്നത് നിരോധിക്കാനും പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങാനും തീരുമാനമായി. ട്രോളിംഗ് നിരോധന കാലയളവിൽ രക്ഷാപ്രവർത്തനത്തിനും കടൽ പെട്രോളിങ്ങിനും 2 ട്രോൾ ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനായി മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, പോലീസ് റെസ്ക്യൂ ഗാർഡുകൾ എന്നിവരുടെ സേവനം ലഭ്യമാകും. കൂടാതെ കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവയുടെ സഹായവും രക്ഷാപ്രവർത്തനം ഉപയോഗപ്പെടുത്തും. ഐക്കര മാപ്പിളബേ മത്സ്യബന്ധന തുറമുഖത്ത് രക്ഷാപ്രവർത്തന ഫൈബർ യാനം, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, GPS, വയർലെസ് എന്നിവ ഉൾപ്പെടുന്ന മറൈൻ റെസ്ക്യൂ യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ബേപ്പൂർ കേന്ദ്രീകരിച്ചുള്ള മറൈൻ ആംബുലൻസ് സേവനം അടിയന്തര ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂം കണ്ണൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫോൺ 0497 273 24 87. പരിസ്ഥിതി സംരക്ഷണ ക്ലാസും മഴമാവിനി സ്ഥാപിക്കലും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഴീക്കോട് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അഴീക്കോട് ദേശീയ വായനശാലയിൽ പരിസ്ഥിതി ദിന ക്ലാസും മഴമാവിനി സ്ഥാപനം നടത്തി. പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി അജിത്ത് പച്ച സ്വാഗതം പറഞ്ഞു. കണ്ണൂർ മേഖലാ പരിസര വിഷയ സമിതി കൺവീനർ P ധർമ്മൻ അധ്യക്ഷനായി. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പരിഷത്ത് ജില്ലാ പരിസര വിഷയ സമിതി കൺവീനർ സതീശൻ കസ്തൂരി ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ ജസ്ന C, P രമേശൻ എന്നിവർ മഴമാവിനി ഏറ്റുവാങ്ങി. വായനശാല ലൈബ്രറിയൻ ഷെർലി E നന്ദി പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ കേരളയിലെ ജീവനക്കാരുടെ വേതന വിതരണത്തിനായി 19.77 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ കേന്ദ്ര വിഹിതം നിഷേധിച്ച സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ വേതനം വിതരണത്തിനായി സംസ്ഥാന സർക്കാർ മുൻകൂർ പണം നൽകുന്നതെന്ന് ധനകാര്യമന്ത്രി AN ബാലഗോപാൽ അറിയിച്ചു. SSKയിൽ നിലവിൽ 6800-ൽ പരം ജീവനക്കാർ പ്രവർത്തിക്കുന്നു. ഇതിൽ 869 അധ്യാപകരും 1255 സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കുന്ന 2784 റിസോഴ്സ് അധ്യാപകരും 1031 ക്ലസ്റ്റർ കോർഡിനേറ്റർമാരും മറ്റു ജീവനക്കാരും ഉൾപ്പെടുന്നു. 60% കേന്ദ്ര വിഹിതം ലഭ്യമാക്കുന്ന ഉറപ്പിൽ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയിൽ കഴിഞ്ഞ 2 വർഷമായി അത് മുടക്കിയിരിക്കുകയാണ്. 609 കോടി രൂപ കുടിശ്ശികയാണ്. 2023-24 അവസാന 2 ഗഡുക്കളായി 1882 കോടി രൂപ കിട്ടാനുണ്ട്. 2024-25 420 കോടി രൂപ കേന്ദ്ര വിഹിതം ലഭിക്കണം. 1 രൂപയും അനുവദിച്ചില്ല. ഇതിനെ തുടർന്ന് പദ്ധതി ജീവനക്കാരുടെ വേതനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന തുക അനുവദിച്ചത്. ഇതോടെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.